കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 25 ശ്ലോകം 28 നമ്മൾ ചൊല്ലി. അതിൽ സാത്വികമായിട്ടുള്ള ഭക്ഷണവും അതൊക്കെയാണല്ലോ പറഞ്ഞത് അല്ലേ. അതായത് ആഹാരമാണല്ലോ പറഞ്ഞത് അല്ലേ. നമ്മൾ ആഹാരത്തിനെ പറ്റിയിട്ടാണ് അവസാനം പറഞ്ഞത്. അതായത് പഥ്യമായിട്ടുള്ളതും നമുക്ക് ദേഹത്തിനൊക്കെ നന്നായിട്ടുള്ളതും ശുദ്ധവും വലിയ പ്രയാസം കൂടാതെ കിട്ടുന്നതുമായിട്ടുള്ള ആഹാരം സാത്വിക ആഹാരമാണ്. ഇന്ദ്രിയങ്ങൾക്ക് പ്രിയമായിട്ടുള്ളത്, അതായത് ഭയങ്കര മധുരം, പുളി, എരി അങ്ങനത്തെ അല്ലെങ്കിൽ വളരെ സ്പൈസി ആയിട്ടുള്ളതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെയുള്ളത്, അതായത് ഇന്ദ്രിയങ്ങൾക്ക് പ്രിയമായിട്ടുള്ള ആഹാരം രാജസാണ്. അശുദ്ധവും നമുക്ക് ദുഃഖം തരണതും നമ്മുടെ മനസ്സിന് നല്ലതല്ലാത്തതായിട്ടുള്ള ആഹാരം താമസാണ് എന്ന് പറഞ്ഞു. പിന്നെ ആത്മാനുഭവത്തിന് കൊണ്ടുള്ള സുഖമാണ് സാത്വികം. അതാണ് ഇനി പറയാൻ പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് 29 വായിക്കാം. 29 അല്ലേ, അതെ 28 ഇപ്പോൾ നമ്മൾ പറഞ്ഞതല്ലേ ആഹാരത്തിനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് 29 വായിക്കാം കേട്ടോ. സാത്വികം സുഖമാത്മോത്ഥം വിഷയോത്ഥം തു രാജസം താമസം മോഹദൈന്യാർത്ഥം നിർഗുണം മദപാശ്രയം. അപ്പോൾ 29 എന്താ? ആത്മോത്ഥം സുഖം, ആത്മാനുഭവം കൊണ്ടുണ്ടാകുന്ന സുഖം സാത്വികാണ്. അതായത് നമുക്ക് സ്വന്തം ആത്മാവിൽ ഇരുന്നു കൊണ്ടുള്ള ആ സുഖം ഉണ്ടല്ലോ, അതായത് സ്വസ്വരൂപത്തിനെ ധ്യാനിക്കുന്ന സുഖം അല്ലെങ്കിൽ സ്വസ്വരൂപത്തിൽ എത്തിയാലുള്ള ആ സുഖം ആണ് സാത്വിക സുഖം. വിഷയോത്ഥം വിഷയസുഖം കൊണ്ടുണ്ടാകുന്നത് നമ്മൾ ഓരോന്നൊക്കെ ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുന്നതാണ് രാജസം. മോഹദൈന്യോത്ഥം, മോഹം, ദൈന്യത, ഇതുകൊണ്ടുണ്ടാകുന്ന സുഖം, അതായത് ഇങ്ങനെ മനോരാജ്യം കാണുക, എന്നിട്ട് അതിൽ പോയിരിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ച് നമുക്ക് സുഖമാണെന്ന് വിചാരിക്കുക. സുഖമൊന്നും അല്ലാതെ, അതൊക്കെ വളരെ നശ്വരാണല്ലോ. അതൊക്കെ അങ്ങനത്തെ സുഖമാണ് താമസം. മതപാശ്രയം, എന്നെ ധ്യാനിക്കുക, പൂജിക്കുക, നമസ്കരിക്കുക, എന്നിലർപ്പിതമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക, അതൊക്കെയാണ് നിർഗുണം. അത് 3 ഇതിൽ പറഞ്ഞത് അല്ലേ. വളരെ അതൊക്കെ നമുക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റണതാണല്ലോ ഇതിൽ പറയണത് അല്ലേ. ആത്മാനുഭവം കൊണ്ടുണ്ടാവുന്ന സുഖമാണ് സാത്വികം. വിഷയഭോഗങ്ങളിൽ നമുക്ക് കിട്ടുന്ന സുഖമാണ് രാജസം. മോഹത്തിൽ നിന്നും ദൈന്യതയിൽ നിന്നും ഉണ്ടാകുന്നതാണ് താമസം. പിന്നെയോ ഭഗവാൻ പറയാണ്, എന്നെ ഭജിക്കുന്നത് കൊണ്ട്, അതായത് എങ്ങനെ ധ്യാനിച്ചിട്ടോ, എന്നെ എന്തെങ്കിലും സ്ഥലത്തിൽ സ്മരിച്ചിട്ടോ, എന്നിലർപ്പിതമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ടോ, എന്നെ ആരാധിച്ചിട്ടോ കിട്ടുന്ന സുഖമുണ്ടല്ലോ, അതാണ് നിർഗുണ സുഖം എന്ന് പറഞ്ഞു അല്ലേ. ഇനി 29 കഴിഞ്ഞ് 30 പോവാം. സാത്വികം സുഖമാത്മോത്ഥം വിഷയോത്ഥം തു രാജസം താമസം മോഹദൈന്യോത്ഥം നിർഗുണം മദപാശ്രയം. എന്നെ ആശ്രയിക്കുന്നതാണ് നിർഗുണം. 30 അതിന് നമ്മൾ കൺക്ലൂഷനാണ്. ദ്രവ്യം ദേശഫലം കാലോ ജ്ഞാനം കർമ്മ ചകാരകഃ ശ്രദ്ധാവസ്ഥാകൃതിർനിഷ്ഠ ത്രൈഗുണ്യ സർവ ഏവ ഹി. 30 ദ്രവ്യം, അതായത് വളരെ പഥ്യവും ശുദ്ധമായിട്ടുള്ള പറഞ്ഞില്ലേ, പിന്നെ രാജസം. ദേശ, പിന്നെ അതായത് നല്ല, പിന്നെ വളരെ നമുക്ക് നല്ലതും ശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ. ദേശം, അതായത് യാതൊരു പൊല്യൂഷനും നമ്മുടെ പിന്നെ അറ്റാച്ച്മെൻറ്റൊന്നും നമുക്ക് ഉണ്ടാക്കാത്ത പിന്നെ കാട് പോലുള്ള സ്ഥലം. ഇപ്പം പിന്നെ ഹിമാലയം ഒക്കെ പോലുള്ളത്. ഫലം, സാത്വികമായ സുഖം മുതലായവയാണ് ഫലം. അങ്ങനെയുള്ളതിൻ്റെ, അതായത് നല്ല സാധനങ്ങൾ ഭക്ഷിക്കുക, ആരും അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത തരത്തിലുള്ള സ്ഥലത്ത് പോയി താമസിക്കുക, അതൊക്കെ സാത്വികമായിട്ടുള്ള സുഖമാണ്. അങ്ങനെ ചെയ്താൽ ഉണ്ടാവുക. കാലഹ, എന്നെ ഭജിക്കുന്ന കാലം. ജ്ഞാനം, അതായത് ഈ സാത്വിക ജ്ഞാനവും. കർമ്മ, എനിക്കർപ്പിക്കപ്പെട്ട കർമ്മം. ഫലേച്ഛയില്ലാതെ, കാരകഹാച്ച, ഫലേച്ഛയില്ലാതെ ചെയ്യുന്ന കർമ്മം ചെയ്യുന്ന കർത്താവ് അല്ലെങ്കിൽ ചെയ്യുന്ന ആൾ.
ശ്രദ്ധ, സാത്വികമായ ശ്രദ്ധ, അവസ്ഥ, സത്വഗുണാദികളുണ്ടാകുന്ന പിന്നെ ആ ജാഗ്രത, എപ്പോഴും അലർട്ട് മുതലായ അവസ്ഥ, ആകൃതി, അതായത് കണ്ടാൽ തന്നെ ഒരു ഡിവിനിറ്റി, ദേവത്വം, നിഷ്ഠ, സർവ ഏവ, സ്വർഗാദികളായ നിഷ്ഠ, ഇവയെല്ലാം ത്രൈഗുണ്യം, ത്രിഗുണാത്മകൾ തന്നെ. എന്തൊക്കെയാണ് ത്രിഗുണങ്ങളെ കൊണ്ടുണ്ടാകുന്ന? സത്വഗുണം ഗുണം ഉണ്ടല്ലോ, ഗുണത്തിന് അതീതമല്ലല്ലോ. അപ്പോൾ എന്താ പറയുക വെച്ചാൽ പിന്നെ ദ്രവ്യം സാധനങ്ങൾ, ദേശം, ഫലം, കാലം, ജ്ഞാനം, കർമ്മം, കർത്താവ് ചെയ്യണ ആളെ, ശ്രദ്ധ, അവസ്ഥ, ആകൃതി, നിഷ്ഠ, ഇതിൻ്റെ എല്ലാം ഗുണഭേദം അനുസരിച്ചിട്ട് എല്ലാറ്റിനും വ്യത്യാസം ഉണ്ടാവും എന്ന് പറയാണ്. അതായത് എല്ലാം സത്വഗുണമുള്ളവരെ എവിടെ ഉണ്ടാവുക? അങ്ങനെ വലിയ അറ്റാച്ച്മെൻറ്റ് വരാത്തവർക്ക് അല്ലേ. മറ്റവരങ്ങനെയെങ്കിൽ ഈ ഗ്രാമം എന്ന് പറഞ്ഞില്ലേ, അതായത് രജോ ഗുണമുള്ളവർ അതൊക്കെ അനുഭവിക്കാൻ എവിടെ പറ്റാച്ച അവിടെ. തമോ ഗുണമുള്ളവരെ ഈ ചീത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ എവിടെയാണ് സൗകര്യം വെച്ചാൽ അവിടെ. അതുകൊണ്ടാണ് പറഞ്ഞത് ദ്രവ്യം, ഭക്ഷണം പറഞ്ഞുല്ലോ, അപ്പോൾ 3 തരം ഭക്ഷണം പറഞ്ഞുല്ലോ. അപ്പോൾ അതാണ് ദ്രവ്യം. ദേശം, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സാത്വികന്മാർ താമസിക്കുക, രാജസന്മാർ താമസിക്കുക, താമസന്മാരെ കാണുകയെന്നും നമ്മൾ പറഞ്ഞു. ഫലം, ഇതൊക്കെ കർമ്മഫലം ഒക്കെ അതിൻ്റെ അനുസരിച്ചിട്ട് സ്വർഗമോ ഭൂമിയോ നരകമോ കിട്ടും. കാലം, ജ്ഞാനം അല്ലേ, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ജ്ഞാനമാണ് പറഞ്ഞില്ലേ. ആത്മാനുഭവം ആണ് സാത്വികം പറഞ്ഞുല്ലോ. വിഷയഭോഗങ്ങളിലുള്ളതാണ്, അതാണ് ജ്ഞാനം. കർമ്മം, കർത്താവ്, ശ്രദ്ധ, അവസ്ഥ, ആകൃതി, നിഷ്ഠ, ഇതിനെല്ലാം സത്വരജസ്തമോ ഗുണങ്ങളുടെ വ്യത്യാസം അനുസരിച്ചിട്ട് അതിലും ഒക്കെ വ്യത്യാസം കാണാം. ജനറലായിട്ട് പറയുകയാണ്, കൺക്ലൂഡ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ വ്യത്യാസം നമുക്ക് കാണാം. സത്വഗുണം അനുസരിച്ചിട്ട് ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് തന്നെ അത് മനസ്സിലാവും. ദ്രവ്യം, ദേശ, ഫലം, കാലോ, ജ്ഞാനം, കർമ്മച കാരക, ശ്രദ്ധാവസ്ഥ, കൃതിർനിഷ്ഠ, ത്രൈഗുണ്യ സർവ ഏവ ഹി. അതായത് ദ്രവ്യവും ദേശവും ഫലവും കാലവും ജ്ഞാനവും കർമ്മവും കർത്താവും ശ്രദ്ധയും ഈ ജാഗ്രതാദി 3 അവസ്ഥകളും കണ്ടാൽ തന്നെ നല്ലൊരു ഒരു ദിവ്യത്വം, അതൊക്കെ ഈ ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിനനുസരിച്ചിട്ട് വ്യത്യാസം വരും എന്നാണ് പറഞ്ഞത്. സർവേ ഗുണമയാ ഭാവാഃ പുരുഷാവ്യക്തധിഷ്ഠിതാഃ ദൃഷ്ടം ശ്രുതമനുധ്യാതം ബുദ്ധ്യാ വാ പുരുഷർഷഭ. പുരുഷർഷഭ അത് വിളിക്കുകയാണ് ഉദ്ധവനെ. ഹേ ഉദ്ധവ, പുരുഷന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഉദ്ധവ, ദൃഷ്ടം കണ്ണാൽ കാണപ്പെട്ടതും, ശ്രുതം ചെവിയാൽ കേൾക്കപ്പെട്ടതും, ബുദ്ധ്യ അനുധ്യാതം ബുദ്ധിയാൽ ആലോചിക്കപ്പെട്ടതും, പുരുഷാവ്യക്തധിഷ്ഠിതാഹ പുരുഷനാലും, അവ്യക്തം ച പ്രകൃതി മായ, പുരുഷനാലും പ്രകൃതിയാലും അധിഷ്ഠിതങ്ങളായ സർവേ ഭവോ സകല സാധനങ്ങളും വസ്തുക്കളും ഗുണമയാഹ ഗുണകാര്യങ്ങൾ തന്നെ. ഈ നമ്മൾ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്നതിലെല്ലാം ഈ 3 ഗുണങ്ങളുടെ ഒരു മിക്സ്ചറാണെന്ന് പറയുകയാണ്. എല്ലാം ഗുണകാര്യങ്ങളാണ്. സാത്വികമായിട്ട് കുറച്ചധികം ഉണ്ടാവും, അല്ലെങ്കിൽ രാജസം കുറച്ചധികം ഉണ്ടാവും, താമസം അധികം ഉണ്ടാവും, അല്ലെങ്കിൽ ഒപ്പാവും, അല്ലെങ്കിൽ 2 കൂടുതൽ 2 പല റേഷ്യോയിലാവും. അത്രയേ ഉള്ളൂ. എന്താ പറയുക വെച്ചാൽ, ഹേ പുരുഷശ്രേഷ്ഠനായിട്ടുള്ള ഉദ്ധവ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും, അല്ലെങ്കിൽ നമ്മളാൽ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും, നമ്മളെ ബുദ്ധി കൊണ്ട് നമ്മളെ വിചാരം ചെയ്യപ്പെടുന്നതും എല്ലാം എന്തെന്ത് കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ അതൊക്കെ ഈ ദൃശ്യപ്രപഞ്ചത്തിലത്തെ എല്ലാ വസ്തുക്കളും സത്വരജസ്തമസ്സുകളുടെ വികാരം മാത്രമാണ് എന്നാണ് പറഞ്ഞത്. സത്വരജസ്തമോ ഗുണങ്ങളുടെ പിന്നെ ഇതില്ലാതെ ഇവിടെ ഒന്നുമില്ല, എല്ലാറ്റിലും അതുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. സർവേ ഗുണമയാദ് ഭാവാഃ പുരുഷാവ്യക്തധിഷ്ഠിതാഃ ദൃഷ്ടം ശ്രുതം അനുധ്യാതം ബുദ്ധ്യാ വാ പുരുഷർഷഭ. എല്ലാറ്റിലും ഈ ഗുണങ്ങളുടെ, മായയുടെ അകത്തുള്ള എല്ലാറ്റിലും ഈ ഗുണങ്ങളുടെ സ്വാധീനമുണ്ട്. ഇനി ഈ ത്രിഗുണങ്ങൾ തന്നെയാണ് സംസാരത്തിന് കാരണമെന്നും, ആ ത്രിഗുണങ്ങൾക്ക് അതീതമായി പോയാൽ നമുക്ക് ആ തുരീയാവസ്ഥയിൽ
ആത്മൈക്യം സാധിച്ചിട്ട് തുരീയാവസ്ഥയിൽ വർത്തിക്കാം എന്നും പറയുകയാണ്. ഏത് ഇനി 3 ശ്ലോകം അതാണ് തന്നെ പറയാം. അത് വേണമെങ്കിൽ ഒന്നിച്ച് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ വേണ്ട, അല്ലാണ്ടും ചെയ്യാം. 32 നമുക്ക് ചെയ്യാം അല്ലേ? നിസ്സംഗോ 3 വരിയായിട്ടാണ് അപ്പോൾ ഇതിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 32 3 വരിയായിട്ട് ചെയ്യാം. ഏതാ സംസ്കൃതയാ പുംസോ ഗുണകർമ്മ നിബദ്ധനാഃ യേനേ മേ നിർജിതാ സൗമ്യ ഗുണാ ജീവേന ചിത്തജാഃ ഭക്തിയോഗേന മന്നിഷ്ഠോ മദ്ഭാവായ പ്രപദ്യതേ. സൗമ്യ എന്ന് വിളിക്കുകയാണ്. അതായത് വളരെ സൗമ്യനാണല്ലോ ഉദ്ധവൻ. സൗമ്യമായിട്ടുള്ള ഗുണത്തോടു കൂടിയ ഉദ്ധവ പുംസ പുരുഷന് ഗുണകർമ്മ നിബന്ധനാഹ ഗുണങ്ങളെയും കർമ്മങ്ങളെയും കാരണമാക്കിയിട്ടുള്ള ഏതാഹ സംസ്കൃതയാഹ, അതായത് ദേവന്മാരെ, മനുഷ്യന്മാരെ, അസുരന്മാരെ മുതലായ യോനികളിൽ ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അനുസരിച്ച് ദേവന്മാരായിട്ടോ മനുഷ്യന്മാരായിട്ടോ അസുരന്മാരായിട്ടോ ഉണ്ടാകുന്നു. അങ്ങനത്തെ ജന്മം എടുക്കണു. ചിത്തജാഹ, ചിത്തത്തിലുണ്ടാകുന്ന ഇമേ ഗുണാഹ, ഈ ഗുണങ്ങൾ ഏന ജീവേന, ഏതു ജീവനാൽ നിജിതാഹ, ജയിക്കപ്പെടുന്നുവോ, ആർക്കാണ് ഈ ഗുണങ്ങൾക്ക് അതീതമായി പോവാൻ സാധിക്കുന്നത്? ഭക്തിയോഗേന, ഭക്തിയോഗത്താൽ മന്നിഷ്ഠ, അതുകൊണ്ട് എന്നിട്ട് പിന്നെ ഭക്തി കൊണ്ട് എന്നിൽ മനസ്സൂന്നി നിഷ്ഠ, എന്നിൽ നിഷ്ഠനായിട്ട് മദ്ഭാവായ, എന്നെ പ്രാപിക്കുവാൻ പ്രപദ്യതയെ, അർഹനായിത്തീരുന്നു. എന്താണ് ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയണ വെച്ചാൽ, ഈ 3 ഗുണങ്ങൾക്കും അതീതമായിട്ട്, അതായത് ദേവനായാലും സത്വഗുണപ്രധാനികൾ ദേവന്മാരായി ജനിക്കും, രജോ ഗുണപ്രധാനികൾ മനുഷ്യന്മാരായി ജനിക്കും, തമോ ഗുണപ്രധാനികൾ അസുരന്മാരായി ജനിക്കും അല്ലേ? ഈ മനസ്സിലുണ്ടാകുന്ന ഈ ഗുണങ്ങളെ, ഈ 3 ഗുണങ്ങൾക്കും അതീതമായിട്ട് ആര് പോകുന്നുവോ, എന്നിട്ട് ഭക്തിയോഗം കൊണ്ട് ആരെ എന്നിൽ മനസ്സ് നിർത്തുന്നുവോ, എപ്പോഴും എന്നിൽ മനസ്സുറപ്പിക്കുന്നുവോ, ആ ആള് മോക്ഷത്തിന് അർഹനാവുന്നു എന്നാണ് പറയണത്. അതാണ് ഇതിൽ പറഞ്ഞത്. ഈ ദൃശ്യപ്രപഞ്ചത്തിലുള്ള എല്ലാതും നമ്മൾ കണ്ടതും കേട്ടത് അത് പറഞ്ഞുവല്ലോ. ഈ പ്രകൃതി പുരുഷ ബന്ധം കൊണ്ട് ഉണ്ടായതാണ്, ഗുണമയങ്ങളുമാണ് പറഞ്ഞു. ഇനി ഈ മനുഷ്യനുണ്ടാകുന്ന സംസാര ദുഃഖങ്ങളൊക്കെ ഈ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിനനുസരിച്ചിട്ടാണെന്നും പറഞ്ഞു അല്ലേ? ഗുണങ്ങൾ മനസ്സിലാണ് നമ്മുടെ. ആ ഗുണങ്ങളെ ആരാണ് ജയിച്ചത്? എന്നിട്ട് ഭക്തിയോഗം കൊണ്ട് എന്നിൽ മനസ്സുറപ്പിച്ച് നിർത്തുന്നത്, ആ ആള് മോക്ഷത്തിന് അർഹനാണ് എന്നാണ് ഭഗവാൻ ഇതിൽ പറയണത്. അതായത് നമ്മൾ ഗുണങ്ങൾക്ക് അതീതമായി പോയിട്ട്, അതായത് ഭക്തി കൊണ്ട് ഗുണങ്ങൾക്ക് അതീതമായും പോകാൻ പറ്റും. ഭഗവാനിൽ സർവാത്മന നമ്മൾ മനസ്സ് വെച്ചിട്ട് നമ്മൾ ഗുണങ്ങൾക്ക് അതീതനായി പോയാൽ നമുക്ക് മോക്ഷത്തിന് നമ്മൾ അർഹരാകും എന്ന് പറയുകയാണ് കേട്ടോ. ഇനി 32 വായിച്ച് 33. ഏതാ സംസൃതയ പുംസോ ഗുണകർമ്മ നിബദ്ധനാഃ യേനേ മേ നിർജിതാ സൗമ്യ ഗുണാ ജീവേന ചിത്തജാഃ ഭക്തിയോഗേന മന്നിഷ്ഠ മദ്ഭാവായ പ്രപദ്യതേ. 33. തസ്മാദ്ദേഹമിമം ലബ്ധ്വാ ജ്ഞാനവിജ്ഞാനസംഭവം ഗുണസംഗം വിനിർധൂയ മാം ഭജന്തു വിചക്ഷണാഃ. തസ്മാത്, അതുകൊണ്ട്, വിചക്ഷണാഃ, വിവേകമുള്ളവർ, അതായത് മനസ്സിനെ അതാലോചിച്ച് കുറച്ചൊരു ബോധമുള്ളവരെന്നർത്ഥം. അതുകൊണ്ട് വിചക്ഷണ, വിവേകമുള്ളവർ, ജ്ഞാനവിജ്ഞാന സംഭവം, ജ്ഞാനവും വിജ്ഞാനവും സിദ്ധിക്കാൻ കാരണമായ, അതായത് ജ്ഞാനം പറഞ്ഞാൽ ഞാൻ ആത്മാവാണെന്ന് അറിയുക, വിജ്ഞാനം പറഞ്ഞാൽ ആത്മാവാണെന്ന് അനുഭവാവുക, അതാണല്ലോ ജ്ഞാനവും വിജ്ഞാനം. ഇമം ദേഹം, ഈ മനുഷ്യ ശരീരം ലഭിച്ച് ഗുണസംഗത്തിനെ വിനിർധൂയ, ഇല്ലാതാക്കി, ഗുണങ്ങളോട് സംഘമില്ലാതെ, മാം ഭജന്തു, എന്നെ തന്നെ സേവിച്ചാലും. എന്താ ഭഗവാൻ പറയണേ? അതുകൊണ്ട് ഹേ ഉദ്ധവ,
ഈ ജ്ഞാനവിജ്ഞാനങ്ങൾ സാധിക്കാൻ, അതായത് ജ്ഞാനവും വിജ്ഞാനവും ഉണ്ടാവാൻ പറ്റുന്ന മനുഷ്യ ശരീരം, അതായത് വേറൊരു ശരീരം ലഭിച്ചാലും ഇത് നമുക്ക് പറ്റില്ല. മോക്ഷം കിട്ടണമെങ്കിൽ മനുഷ്യ ശരീരം തന്നെ വേണം. ദേവന്മാരായിട്ടും കാര്യമില്ല. അവരുടെ നല്ല കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച ആദ്യം ഇവിടെ ഭൂമിയിൽ വന്ന് ജനിക്കണം. അപ്പം നമുക്കാണ് ജ്ഞാനവും വിജ്ഞാനമൊക്കെ ഉണ്ടാവാനുള്ള വളരെ കൺഡ്യൂസീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉള്ളത്. നമുക്ക് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ജ്ഞാനവും വിജ്ഞാനമൊക്കെ ഉണ്ടാവാൻ വളരെയധികം സഹായിക്കുന്ന ഈ മനുഷ്യ ശരീരം ലഭിച്ചിട്ടുള്ള വിവേകികൾ ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ ബന്ധനത്തിൽ നിന്നും മുക്തരായിട്ട് എപ്പോഴും എന്നെ ഭജിക്കാതിരിക്കുന്നത് വിഡ്ഢിത്താണ്. വിവേകികൾ അങ്ങനെ ചെയ്യും, വിവേകികൾ അങ്ങനെ ചെയ്യണം എന്ന് പറയുകയാണ്. അതായത് ജ്ഞാനവും വിജ്ഞാനവും ഒക്കെ മനുഷ്യജന്മത്തിൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ദുർലഭമായിട്ടുള്ളതും വളരെ അനുഗ്രഹീതമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടിയാൽ വിവേകമുള്ള എല്ലാവരും എന്നെ ഭജിച്ച് ഈ സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്നും മുക്തി ലഭിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യാത്തവർ മൂഢന്മാരാണ് എന്നാണ് ഇൻഡയറക്റ്റായിട്ട് പറയണത്. തസ്മാത് ദേഹമിമം ലബ്ധ്വാ ജ്ഞാനവിജ്ഞാന സംഭവം ഗുണസംഗം വിനിർധൂയ മാം ഭജന്തു വിചക്ഷണാഹ. അല്ലേ? അതായത് ഈ ജീവന് ഈ സത്വരജസ്തമോ ഗുണങ്ങൾ പിന്നെ ഉണ്ടെങ്കിലാണ് നമുക്ക് പിന്നെയും അതനുസരിച്ച് കർമ്മം ചെയ്യുമ്പോൾ ദേവന്മാരും മനുഷ്യന്മാരും അസുരന്മാരും ജനിക്കണതേ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയണ പിന്നെ ഉദ്ധവനോട്, അതുകൊണ്ട് ഈ മനുഷ്യജന്മം ദുരുപയോഗപ്പെടുത്താതെ എന്നെ ഭജിച്ച് അതിൽ നിന്നും മുക്തി നേടൂ തന്നെയാണ് പറഞ്ഞത്. ഈ 34 നിസ്സംഗോ മാം ഭജേദ്വിദ്വാൻ അപ്രമത്തോ ജിതേന്ദ്രിയഃ രജസ്തമശ്ചാഭിജയേത് സത്വസംസേവയാ മുനിഃ. വിദ്വാൻ മീൻസ് ഇവിടെ വിവേകമുള്ള ആൾ. നിസ്സംഗ ഒന്നിലും സംഘമില്ലാതെ, ജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ജയിച്ച്, അല്ലേ, ജിതേന്ദ്രിയനായിട്ട്, അപ്രമത്ത ഒരു ബുദ്ധിക്ക്, അതായത് ഈ മായാഭ്രമം ഇല്ലാത്തവനായി, മാം ഭജേത് എന്നെ ഭജിക്കുന്നുവോ, മുനി മൗനവ്രതനായി, സത്വ സംസേവയ സാത്വികമായ പദാർത്ഥങ്ങളെ സേവിക്കുന്നതിനാൽ, രജഹ തമഹ ച രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും അഭിജയേത് ജയിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം എന്താണ് ഭഗവാൻ ഇതിൽ പറയണത്? വിവേകമുള്ളവർ, കുറച്ചെങ്കിലും വിവേകമുള്ളവർ ഇങ്ങനെ മനുഷ്യജന്മം കിട്ടിയിട്ട് ഇന്ദ്രിയങ്ങളെ അടക്കി നിസ്സംഗത പാലിച്ച് വളരെ ജാഗ്രതയോടെ എന്നെ ഭജിക്കണം. എന്നിട്ട് സത്വഗുണം വർദ്ധിപ്പിച്ച് രജസ്സിനെയും രജോ ഗുണത്തിനെയും തമസിനെയും ജയിക്കണം ആദ്യം. എന്നിട്ട് നിഷ്കാമമായിട്ട് എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്തിട്ട് സത്വത്തിനെയും പതുക്കെ ജയിക്കണം. ആദ്യം രജസ്തമോ ഗുണങ്ങളെ എങ്ങനെയാണ് ജയിക്കുക? ഒരു വിവേകി എന്താ ചെയ്യേണ്ടത്? നിസ്സംഗനായിട്ട് ഇന്ദ്രിയങ്ങളെ ജയിച്ച് ബുദ്ധിഭ്രമം ഇല്ലാതെ എന്നെ ഭജിക്കണം. അപ്പോൾ അവർ രജസ്തമോ ഗുണങ്ങളെ ജയിക്കും. അത് കഴിഞ്ഞിട്ട് എന്തു വേണം? അത് കഴിഞ്ഞിട്ട് സത്വഗുണം വർദ്ധിപ്പിച്ചിട്ട് രജസിനെയും തമസിനെയും ജയിച്ച് പിന്നെ നിഷ്കാമത കൊണ്ട് ശാന്തചിത്തനായിട്ട് ഏകാഗ്രചിത്തനായിട്ട് ഈ സത്വഗുണത്തിനെയും ജയിക്കണം. അതാണ് ഇനി അടുത്തതിൽ പറയണം. നിസ്സംഗോ മാം ഭജേദ്വിദ്വാൻ അപ്രമത്തോ ജിതേന്ദ്രിയഃ രജസ്തമശ്ചാഭിജയേത് സത്വസംസേവയാ മുനിഃ. മുനി പറഞ്ഞ ഇവിടെ മൗനവ്രതം അനുഷ്ഠിക്കുന്ന ആളാണ്. സത്വം ചാഭിജയേദ്യുക്തോ രനൈ, അല്ലേ, നോക്കട്ടെ കേട്ടോ, ഭക്താനൈരപ സത്വം ചാഭിജയേത്യുക്തോ നൈരപേക്ഷണ ശാന്തധീ, അല്ലേ, അതെ, നൈരപേക്ഷണ ശാന്തധീഃ സമ്പദ്യതേ ഗുണൈർമുക്തോ ജീവോ ജീവം വിഹായ മാം. അതെ, നൈരപേക്ഷേണ എന്താ? നൈരപേക്ഷേണ
നോക്കട്ടെ കേട്ടോ. ഗുണൈർമുക്തോ എവിടെ? നൈരപേക്ഷേണ. നൈരപേക്ഷേണ ശാന്തധീഹി യുക്ത എന്നാണ്. അതായത് ഉപശമം, നൈരപേക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഉപശമം, നല്ല ശമമുള്ളത്, നിയന്ത്രണത്തോടു കൂടിയ നിയന്ത്രണം തന്നെയാണ്. ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നത് തന്നെയാണ് സത്വഗുണേ. ഉപശമം, അതായത് ഇങ്ങനെ ശമനം ഉണ്ടാവണം. ഇങ്ങനത്തെ ആഗ്രഹങ്ങൾക്കും സംഘത്തിനൊക്കെ ശമനം തരുന്നതിൻ്റെ ഒരു രൂപമാണ് സത്വം. അതായത് ഉപശമ രൂപമായ സത്വഗുണം കൊണ്ട് തന്നെ സത്വഗുണത്തിനെയും ജയിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞു രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും ജയിക്കണം, സത്വഗുണം മാത്രമേ ഉണ്ടാവാം. അത് കഴിഞ്ഞ് സത്വഗുണം കൊണ്ട് തന്നെ സത്വഗുണത്തിന് ജയിക്കണം. എങ്ങനെ? നല്ല നിയന്ത്രണം വേണം. അങ്ങനെ ഉപശമം, അതാണ് ഉപശമരൂപമായ സത്വഗുണം കൊണ്ട് തന്നെ സത്വത്തിന് ജയിക്കണം. യുക്ത ആയതിനാൽ അവൻ യോഗിയായും ശാന്തധീഹി, നല്ല ശാന്തമായ മനസ്സോടുകൂടിയവനായും ഭവിക്കുന്നു. സത്വഗുണത്തിനും ജയിച്ചാലേ ഗുണൈഹി, ഇപ്രകാരം ഗുണങ്ങളാൽ മുക്ത, ഗുണങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജീവത്വത്തിന് കാരണമായ ഈ സൂക്ഷ്മ ശരീരത്തിനെ വിഹായ ഉപേക്ഷിച്ചിട്ട് മാം സമ്പദ്യ, എന്നെ പ്രാപിക്കുന്നു. അതായത് സത്വഗുണത്തിൽ നിന്നും കൂടി മുക്തി കിട്ടിയാലേ ഈ സ്ഥൂല ശരീരം പോയാലും സൂക്ഷ്മ ശരീരത്തിന് ഈ മോക്ഷം കിട്ടണമെങ്കിൽ സത്വഗുണത്തിനെയും കൂടിയും ത്യജിക്കണം. സത്വഗുണം ഉണ്ടായാൽ പോരാ. സത്വഗുണം ഉണ്ടായാൽ നമ്മൾ ദേവന്മാരായി ജനിക്കാത്ത, അല്ലെങ്കിൽ മഹർഷിമാരായിട്ട് ജനിക്കാത്രേ ഉള്ളൂ. ഇനി ജന്മേ വേണ്ട പുനരാവർത്തരഹിതമായ മോക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ സത്വഗുണത്തിനെയും കൂടിയും ത്യജിക്കണം. സത്വഗുണത്തിനും അതീതമായി പോയിട്ട് അതായത് സത്വഗുണം ഉണ്ടെങ്കിലും നമുക്ക് സൂക്ഷ്മ ശരീരം ഉപേക്ഷിക്കാൻ പറ്റില്ല. സൂക്ഷ്മ ശരീരം കൂടി ഉപേക്ഷിച്ചിട്ട് ആത്മാവിൽ ലയിക്കുകയാണ്, എന്നാലേ പറ്റുള്ളൂ. അതാണ് ഇതിൽ പ്രത്യേകം പറഞ്ഞത്. എന്താ അറിയോ? നമ്മൾ സത്വഗുണം കൊണ്ട് തന്നെ സത്വഗുണത്തിനെ നശിപ്പിച്ചിട്ട് നിർഗുണനായി തീരണേ. അതാണ് സത്വം വർദ്ധിപ്പിച്ച് രജസ്സിനെയും തമസിനെയും ജയിക്കണം. എന്നിട്ട് നല്ല നിഷ്കാമായിട്ട്, അതായത് ഉപശമരൂപിയായ സത്വഗുണം കൊണ്ട് ശാന്തചിത്തനായി സത്വത്തിനെയും ജയിക്കണം. എന്നിട്ട് ശാന്തചിത്തനായിട്ട് നിഷ്കാമനായി ഏകാഗ്രചിത്തനായി സത്വത്തെയും ജയിക്കണം. എന്നിട്ടോ ഈ സത്വാദി ഗുണങ്ങളിൽ നിന്ന് മുക്തനായാൽ മാത്രമേ ഈ സൂക്ഷ്മ ശരീരത്തിന് ആ ജീവത്വം വിട്ടിട്ട് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. സൂക്ഷ്മ ശരീരം കൂടി നമുക്ക് കളയണമല്ലോ. സൂക്ഷ്മ ശരീരം ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ആ സത്വഗുണപ്രധാനിയായിട്ടുള്ള സൂക്ഷ്മ ശരീരം നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സത്വഗുണപ്രധാനിയായിട്ട് വേറെ എവിടെയെങ്കിലും ജനിക്കും, ഏതെങ്കിലും ലോകത്തിൽ ജനിക്കും. ഈ ഉപരിയായിട്ടുള്ള ലോകങ്ങളിലെന്ന് വെച്ചോളൂ, അസുരന്മാരായി ജനിക്കുന്നുണ്ടാവില്ല. പക്ഷേ സ്റ്റിൽ ജന്മം വേണേ. സത്വഗുണം കൂടിയും ആ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് പോയാലേ നമുക്ക് മുക്തി കിട്ടുള്ളൂ. സൂക്ഷ്മ ശരീരം സത്വഗുണത്തോടു കൂടി പോയാൽ സത്വഗുണം വർദ്ധിപ്പിക്കാനുള്ള ദിക്കിൽ നമ്മൾ ജനിക്കും. പക്ഷെ അതും കൂടിയും വിട്ടാലേ നിർഗുണ ആയാലല്ലേ നിർഗുണ ബ്രഹ്മത്തിനെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഇതിൽ പറഞ്ഞത്. ജീവോ സമ്പദ്യതേ ഗുണൈർമുക്തോ ജീവം വിഹായ. അങ്ങനെ ജീവത്വത്തെ കളയണം. എന്നിട്ട് ആത്മാവ് ശരിക്കും ആത്മാവായി തീരുമ്പോഴല്ലേ പറ്റുള്ളൂ. അപ്പം ജീവത്വം കളയണം. അതിന് സത്വഗുണം കൊണ്ട് സത്വഗുണത്തിനെ കളഞ്ഞ് ഏകാഗ്രചിത്തനായി ശാന്തനായി അങ്ങനെ ഉള്ള ജീവത്വത്തിന് തന്നെ കാരണമായിട്ടുള്ള ആ സൂക്ഷ്മ ശരീരത്തിനെ ഉപേക്ഷിച്ചിട്ട് എന്നെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇനി അവസാനത്തെ ശ്ലോകമാണ് തോന്നുന്നു. അതെ, അവസാനത്തെ ശ്ലോകം 36 അല്ലേ? അതെ. ജീവോ ജീവവിനിർമുക്തോ ഗുണൈശ്ചാശയ സംഭവൈ മയൈവ ബ്രഹ്മണാ പൂർണ്ണോ ന ബഹിർനാന്തരശ്ചരേത്. ഇതിലത്തെ അവസാന ശ്ലോകം കേട്ടോ. ജീവവിനിർമുക്ത, ജീവത്വത്തിന് കാരണമായിട്ടുള്ള ഈ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവനും പറഞ്ഞല്ലോ. അങ്ങനെയായാൽ സൂക്ഷ്മ ശരീരം ജീവത്വത്തിൽ നിന്ന് മോചിക്കും എന്ന് പറയുമല്ലോ. ആശയസംഭവൈഹി, ചിത്തത്തിലുണ്ടാകുന്ന ഗുണൈഹി ച, സത്വം മുതലായ ഗുണങ്ങളാലും മുക്തനായ, അതിൽ നിന്നും മുക്തനായി ജീവൻ ബ്രഹ്മണ, അതായത്
പൂർണ്ണ ആനന്ദസ്വരൂപിയായ മയ എന്നാൽ പൂർണ്ണ ഏവ മുഴുവനും വ്യാപിച്ച് ബഹി വിഷയഭോഗം കൊണ്ട് പുറത്തും ആന്തരഹാച അതിനെ സ്മരിക്കുന്നതിനാൽ ഉള്ളിലും ന ചരേത് സഞ്ചരിക്കുന്നില്ല. എന്താണ് ഭഗവാൻ പറയണ വെച്ചാൽ, അതായത് ഈ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ എന്താ നമ്മൾ പറയുന്നത്, ഗുണകർമ്മങ്ങളെ ആശ്രയിച്ചിട്ടാണ് അല്ലേ സംസാരബന്ധം. അത് നമുക്ക് മനസ്സിലായി അല്ലേ. ഈ ഗുണങ്ങളെ ജയിച്ച് ഗുണാതീതനാവണം, എന്നിട്ട് ഭക്തിയോഗം കൊണ്ട് ആത്മനിഷ്ഠനാവണം. അങ്ങനെ ആയാൽ പതുക്കെ നമുക്ക് ബ്രഹ്മൈക്യം വരും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ജന്മം കിട്ടിയിട്ട് അത് കളയരുതെന്ന് പറഞ്ഞുല്ലോ. അപ്പം നമ്മൾ എന്ത് വേണം, ജിതേന്ദ്രിയനായിട്ട് ബ്രഹ്മഭാവം ഉറപ്പിക്കണം. എന്നിട്ടോ സത്വഗുണം വളർത്തി രജസ്തമോ ഗുണങ്ങളെ തള്ളി ഒടുവിൽ സത്വഗുണത്തെയും ഉപേക്ഷിച്ച് അങ്ങനെ ആയാലാണ് ജീവത്വം കൈവിട്ട് ബ്രഹ്മഭാവം കൈക്കൊള്ളുക. പിന്നെയോ ഇങ്ങനെ ജീവൻ മനസ്സങ്കല്പങ്ങളായിട്ടുള്ള മനസ്സിൽ ശരിക്കും ഇതൊക്കെ മനസ്സങ്കല്പം, ബ്രഹ്മം മാത്രമേ ഉള്ളൂല്ലോ, പറഞ്ഞൂല്ലോ മുമ്പേ. അപ്പോൾ ജീവൻ മനസ്സിനാൽ ഉണ്ടാക്കപ്പെട്ട ഈ മായാഗുണങ്ങളെ, മനസ്സിൻ്റെ സങ്കല്പം കൊണ്ടുണ്ടാക്കപ്പെട്ട ഈ മായാഗുണങ്ങളെ മുഴുവൻ ത്യജിച്ച് ജീവത്വം കൈവിട്ട് മുക്തനാവും. അപ്പോഴേ ജീവത്വം കൈവിടണം. നമ്മൾ ആ സൂക്ഷ്മ ശരീരത്തിൽ ഒന്നും കൂടി പോരണമല്ലോ. അപ്പോൾ ഈ മനസ്സുകൊണ്ടുണ്ടാക്കപ്പെട്ട ഈ മായാഗുണങ്ങളെ മുഴുവൻ ത്യജിച്ച് ജീവത്വം കൈവിട്ട് നമ്മൾ മുക്തനാവണം. അകത്തേന്നോ പുറത്തോന്നോ ഭേദമില്ലാതെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മം തന്നെയായി വർത്തിക്കും. ഇങ്ങനെയുള്ള ആളാട്ടോ. അതായത് ഗുണാതീതനായിട്ട് പോയ ആള് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന, അകത്തേന്നോ പുറത്തോന്നോ ഒന്നുമില്ല അല്ലേ, എല്ലാറ്റിൻ്റെ ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്നത് എന്താ? ബ്രഹ്മം. പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ അല്ലേ, പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അങ്ങനെ ആ പരിപൂർണനായിട്ട് എന്തിൻ്റെയും അകത്തും പുറത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മം തന്നെ ആയിത്തീരും ഈ ജീവൻ. എപ്പോ ഈ മനസ്സിൻ്റെ സങ്കല്പങ്ങളായ മായാഗുണങ്ങളെ ത്യജിച്ച് ഈ ജീവത്വം തന്നെ ത്യജിച്ച് ആ പരിപൂർണം എങ്ങും വ്യാപിച്ചിരിക്കുന്ന, ആ അകത്തും പുറത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന ആ ബ്രഹ്മം തന്നെ ആയിട്ട് ഈ ജീവൻ ബ്രഹ്മം തന്നെ ആയിത്തീരും. മീൻസ് പിന്നെ ആ ബ്രഹ്മമായിട്ട് വർത്തിക്കുകയുള്ളൂ. അതാണ് പുനരാവർത്തിരഹിതമായിട്ടുള്ള മോക്ഷം. ഒരിക്കലും തിരിച്ചു വരണ്ടാത്ത മോക്ഷം അതാണ്. ഇതാണ് നമ്മളെ ഗുണങ്ങൾക്ക് അതീതനായി പോയാലത്തെ ഫലം. എന്താണ്? നമ്മൾ ഐക്യം, നമ്മൾ പരബ്രഹ്മമായിട്ട് നമുക്ക് ഐക്യം പ്രാപിക്കും ഗുണാതീതമായി പോയാൽ എന്ന് പറഞ്ഞ് ഈ ഗുണങ്ങളുടെ ഈ ചാപ്റ്റർ, ത്രിഗുണങ്ങളെ പറ്റിയിട്ടുള്ള ഈ അധ്യായം ഭഗവാൻ ഇവിടെ ഉപസംഹരിച്ചു. അപ്പം നമുക്ക് അവസാനത്തെ ശ്ലോകം വായിച്ച് നിർത്താം. ജീവോ ജീവവിനിർമുക്തോ ഗുണൈശ്ചാശയ സംഭവൈ മയൈവ ബ്രഹ്മണാ പൂർണ്ണോ ന ബഹിർനാന്തരശ്ചരേത്. അകത്തോ പുറത്തോ ഒന്നുമില്ലല്ലോ, ബ്രഹ്മമല്ലേ, ആകാശം പോലെയാണ്, എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കണു. അങ്ങനെയുള്ള ബ്രഹ്മായി വർത്തിക്കുന്നു പറഞ്ഞു നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.